ഓഫ് ദ സൗണ്ട് സിഗ്നൽ. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ പവർ സിഗ്നലും വോൾട്ടേജ് ആംപ്ലിഫയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെക്സ്റ്റ് വെച്ചിട്ടുള്ളത്. പവർ ആംപ്ലിഫയേഴ്സും വോൾട്ടേജ് ആംപ്ലിഫയേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതില് ബേസിക് ആയിട്ടുള്ള ഡിഫറൻസസ് ഉള്ളൂ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിക്കാം. ഫസ്റ്റ് വൺ, അഭിനവ്, റീഡ് ദ ഫസ്റ്റ് ഡിഫറൻസ്. അഭിനവ് CB. ഹലോ, നിങ്ങൾ ഓൺലൈൻ ക്ലാസ് ഇരിക്കുമ്പോൾ നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ് ബി വെരി ബോറിംഗ്. അപ്പോൾ ഇന്ററാക്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കാം. Abhinav, are you there? The first difference. First difference in the first difference between the voltage amplifier and power amplifier. Amplitude of the input AC signal is small. Small. Power amplifiers. Amplitude of the input AC signal is range large. Okay. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിന്റെ ഇൻപുട്ട് എ സി സിഗ്നലിന് ആംപ്ലിറ്റ്യൂഡ് സ്മോൾ ആയിരിക്കും. എവിടെ? വോൾട്ടേജ് ആംപ്ലിഫയറിന് ആംപ്ലിറ്റ്യൂഡ് സ്മോൾ ആയിരിക്കും. പക്ഷെ പവർ ആംപ്ലിഫയേഴ്സിൽ ഇറ്റ് വിൽ ബി ലാർജ്. ഓക്കെ. പിന്നെ വോൾട്ടേജ് ആംപ്ലിഫയറിൽ സെക്കൻഡ് ഡിഫറൻസ്. ഐഷ, സെക്കൻഡ് ഡിഫറൻസ്. ഐഷ, input current IC is low. Nearly 1 milliampere. 1 milliampere. For power amplifiers, it is IC is greater than 100 milliampere. Greater than or equal to 100 milliampere. IC എന്ന് പറഞ്ഞാൽ എന്താ? What is IC? Input current or output current? Output current. It is a collector current. Collector current എന്ന് പറഞ്ഞാൽ നമുക്കറിയാം whether it is input or output. Which current? Collector current. ബേസ് കറണ്ട് എന്താ? ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററിൽ ബേസ് കറണ്ട് അല്ലെങ്കിൽ എമിറ്റർ കറണ്ട് ഒക്കെ എന്താ? ഏത് സെക്ഷനിലാ വരിക? ഔട്ട്പുട്ട്. ഓക്കെ. അപ്പൊ IC എന്ന് പറയുന്നത് കളക്ടർ കറണ്ട് ആണ്. കളക്ടർ കറണ്ട് ഇസ് ദ ഔട്ട്പുട്ട് കറണ്ട് ആണ്. നമ്മൾ ഔട്ട്പുട്ട് കയറ പ്ലോട്ട് ചെയ്യുമ്പോൾ ഏത് തമ്മിലാ പ്ലോട്ട് ചെയ്തിരുന്നത്? ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും തമ്മിലാണ് ഔട്ട്പുട്ട് കയറ പ്ലോട്ട് ചെയ്തിരുന്നത് അല്ലെ? ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ IC-യും ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരുന്നു? ഔട്ട്പുട്ട് വോൾട്ടേജ് വാസ് VC. അപ്പൊ ഇവിടെ സെക്കൻഡ് ഡിഫറൻസ് പറയുന്നത്. അപ്പൊ എപ്പോഴും ആലോചിക്കുക, ഔട്ട്പുട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ കളക്ടർ കറണ്ട് ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കളക്ടറിന്റെ എമിറ്ററിന്റെ ഇടയിലുള്ള വോൾട്ടേജ് ആണ്. ഇവിടെ ഒരു പറയുന്ന സെക്കൻഡ് ഡിഫറൻസ് എന്ന് പറയുന്നത് കളക്ടർ കറണ്ട്, അതായത് ഔട്ട്പുട്ട് കറണ്ട് ലോ ആണ്, നിയർലി 1 milliampere ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് പവർ ആംപ്ലിഫയേഴ്സ് ഇറ്റ് ഇസ് കമ്പയർഡ് ടു ദിസ് ഇറ്റ് ഇസ് എന്താണ്? കമ്പയർഡ് ടു വോൾട്ടേജ് ആംപ്ലിഫയർ, പവർ ആംപ്ലിഫയറിന്റെ കളക്ടർ കറണ്ട് എന്ന് പറയുന്നത് ലാർജ് ആണ്. ഓക്കെ. ഐഷ, ക്യാൻ യു റീഡ് ദ തേർഡ് ഡിഫറൻസ് ഓൾസോ? Transistor used can dissipate less heat produced during operation. Okay. The second one now. Transistor used can dissipate comparatively more heat produced during its operation. Okay. അതിന്റെ അർത്ഥം എന്താ? അതായത് നമ്മൾ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുമ്പം എന്ത് ഡിസിപ്പേറ്റ് ചെയ്യും? ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. ഏത് ഇലക്ട്രോണിക് കമ്പോണൻസ് ആണെങ്കിലും അത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ യൂഷ്വലി നമ്മൾ സർക്യൂട്ട്സ് ഒക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ ഹീറ്റ് സിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യും, ആ ഹീറ്റിന്റെ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇവര് പറയുന്നത് എന്താ വെച്ചാല്, ഈ വോൾട്ടേജ് ആംപ്ലിഫയർ ലെസ് ഹീറ്റേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. വോൾട്ടേജ് ആംപ്ലിഫയറിൽ യൂസ് ചെയ്യുന്ന ട്രാൻസിസ്റ്റേഴ്സ് ലെസ് ഹീറ്റേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ കമ്പയർ ടു എന്ത്? പവർ ആംപ്ലിഫയർ. പവർ ആംപ്ലിഫയറിൽ കുറച്ചും കൂടി കൂടുതൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യും. അതാണ് തേർഡ് ഡിഫറൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സിമ്പിൾ കാര്യങ്ങളാണ് പറയണത്. ക്ലിയർ അല്ലേ? ഓക്കെ. ഫോർത്ത് വൺ, അഞ്ജന ജയപ്രകാശ്.
ജോനാഥൻ? Fourth one, miss. അതെ, ഫോർത്ത് വൺ. RC coupling is used for multi-stage operations. ഓക്കെ. പവർ ആംപ്ലിഫയറിലോ? X-ray coupling is അതായത് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ട്രാൻസ്ഫോമർ കപ്ലിംഗ് is used for in power amplifiers അല്ലേ? അപ്പൊ വോൾട്ടേജ് ആംപ്ലിഫയറിൽ ഞാൻ അന്നൊരു ദിവസം പറഞ്ഞിരുന്നു നമ്മൾ 3 types of couplings യൂസ് ചെയ്യും. അതായത് ഈ ഡിഫറെന്റ് ആംപ്ലിഫയേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കപ്ലിംഗ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ കമ്പൈൻ ചെയ്യാനാണ്. ഈ രണ്ടോ മൂന്നോ ട്രാൻസിസ്റ്റേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഒരു ട്രാൻസിസ്റ്ററിന്റെ ഔട്ട്പുട്ട് അടുത്ത ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ട് ആയിട്ട് കണക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കപ്ലിംഗ് ടെക്നിക്സ് യൂസ് ചെയ്യും. അത് ഞാൻ പറഞ്ഞിരുന്നത് ഏതൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ? എനിബഡി? ജോനാഥൻ ഓർമ്മയുണ്ടോ? RC കപ്ലിംഗ് യൂസ് ചെയ്യും, ഡയറക്റ്റ് കപ്ലിംഗ് യൂസ് ചെയ്യും, ദെൻ ട്രാൻസ്ഫോമർ കപ്ലിംഗ് യൂസ് ചെയ്യും. അങ്ങനെ 3 ടൈപ്പാണ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. 3 types ഓഫ് കപ്ലിംഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നത് വോൾട്ടേജ് ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് RC കപ്ലിംഗ് ആണ്. അതായത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിൽ, മൾട്ടി സ്റ്റേജ് ഓപ്പറേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആണ്. അപ്പൊ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് മെത്തേഡ് RC കപ്ലിംഗ് ആണ് ഇൻ എവിടെ? വോൾട്ടേജ് ആംപ്ലിഫയേഴ്സിൽ. പക്ഷെ ഇൻ പവർ ആംപ്ലിഫയേഴ്സിൽ നമ്മൾ ഡിഫറെന്റ് മൾട്ടി ആംപ്ലിഫയേഴ്സ് തമ്മിൽ കപ്പിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ആണ്. അതായത് ട്രാൻസ്ഫോമേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ഒരു ആംപ്ലിഫയറിന് അടുത്ത ആംപ്ലിഫയറുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. ദെൻ ജോനാഥൻ, ഫിഫ്ത് വൺ ഓൾസോ. Transistor has thin base to needle low current. To handle low current. Okay. In power amplifiers, transistor used has thick base to handle large current. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു വോൾട്ടേജ് ആംപ്ലിഫയറിനെ അപേക്ഷിച്ച് പവർ ആംപ്ലിഫയറിന് എന്താണ്? കറണ്ട് ഫ്ലോ കൂടുതലാണ് അല്ലെ? കറണ്ടിന്റെ സ്ട്രെങ്ത് കൂടുതലാണ്. അപ്പൊ ഇവര് പറയണത് വോൾട്ടേജ് ആംപ്ലിഫയറിൽ ബേസ് തിന്നായാൽ മതി, കാരണം അതിന് ലോ കറണ്ട് ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് പവർ ആംപ്ലിഫയേഴ്സ്, ആസ് ഇറ്റ് ഹാസ് ടു ഹാൻഡിൽ ലാർജ് കറണ്ട്, ദ ബേസ് ഹാസ് യൂസ്ഡ് as thick ബേസ് ആണെന്ന് അല്ലെ? നമുക്ക് ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? ഒന്നെങ്കിൽ PNP ആയിരിക്കാം, അല്ലെങ്കിൽ NPN ആയിരിക്കാം അല്ലെ? PNP എന്ന് പറഞ്ഞാൽ എന്താ? 2 P ടൈപ്പ് മെറ്റീരിയൽ അല്ലെ? 2 P ടൈപ്പ് മെറ്റീരിയലും ഇടയിൽ ഒരു N ടൈപ്പ് മെറ്റീരിയലും ഉണ്ട് അല്ലെ? PNPയിൽ ബേസ് ചെയ്ത് മെറ്റീരിയലാ സിഫ്ന? PNP ട്രാൻസിസ്റ്ററിൽ ബേസ് ചെയ്ത് മെറ്റീരിയലാ N ടൈപ്പ് ആണോ P ടൈപ്പ് ആണോ? സിഫ്ന, ഐഷ? എന്താ മിസ് PNPയില്? PNP ട്രാൻസിസ്റ്ററിൽ ബേസ് ചെയ്ത് മെറ്റീരിയലാണ് N ടൈപ്പ് ആണോ P ടൈപ്പ് ആണോ? അല്ല PP അല്ല NPN ആണെങ്കിലോ? NPN ആണെങ്കില് P. ഓക്കെ. നടുവിലുള്ളതാണ് ബേസ്, ഫസ്റ്റ് ഉള്ളത് എമിറ്റർ, ലാസ്റ്റ് ഉള്ളത് കളക്ടർ. ഓക്കെ. അപ്പൊ 3 ലെയർ ആണ് നമ്മളെ ട്രാൻസിസ്റ്റർ വരിക. അതിൽ നടുവിലത്തെ സംഭവമാണ് എന്ത് വരുന്നത്? ബേസ് വരുന്നത്. ഓക്കെ. അപ്പൊ ഇവര് പറയണത് വോൾട്ടേജ് ആംപ്ലിഫയറിൽ കുറച്ച് കറണ്ട് ഹാൻഡിൽ ചെയ്താൽ മതി, അതുകൊണ്ട് അതിന് തിൻ ബേസ് മതി. പക്ഷെ പവർ ആംപ്ലിഫയറിൽ ലാർജ് കറണ്ട് ഹാൻഡിൽ ചെയ്യുന്നതുകൊണ്ട് അതിന് തിക് ബേസ് വേണം. അത്രേ ഉള്ളൂ. ഇനി 6th വൺ എന്ന് പറയുന്നത് എന്താ? AC പവർ ഔട്ട്പുട്ട് ഇസ് ലോ ആൻഡ് ഇൻ പവർ ആംപ്ലിഫയേഴ്സ് AC പവർ ഔട്ട്പുട്ട് ഇസ് ഹൈ. നമുക്ക് അറിയാം പവർ ആംപ്ലിഫയറിന്റെ പവർ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അതാണ് 6th ഡിഫറൻസ്. ദെൻ 7th ഡിഫറൻസസ് കളക്ടർ ലോഡ് ഹാസ് ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും. എവിടെ? വോൾട്ടേജ് ആംപ്ലിഫയറിൽ 4 kilo to 10 kilo. ഇവിടെ പവർ ആംപ്ലിഫയറിൽ കളക്ടർ ലോഡ് ഹാസ് ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. ലോ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം ലോ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ് എപ്പോഴും നല്ല ഒരു ഇത് വേണ്ടത് സർക്യൂട്ടിന്. അല്ലെങ്കിൽ നമുക്ക് ഫുൾ ആയിട്ട് നമ്മുടെ സിഗ്നൽ ഡ്രൈവ് ബുദ്ധിമുട്ടാണ് എടുക്കാൻ. അപ്പൊ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് നോയ്സിനെ അവോയ്ഡ് ചെയ്യാനും ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസും ആണ് നമുക്ക് എന്ത് സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യം. പക്ഷെ ഇവിടെ വോൾട്ടേജ് ആംപ്ലിഫയറിൽ കുറച്ചും കൂടി ഈ പവർ ആംപ്ലിഫയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഹൈ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ. ദെൻ 8th വൺ ഫിസിക്കൽ സൈസ് ഓഫ് BJT. BJT എന്ന് പറഞ്ഞാല് ട്രാൻസിസ്റ്റർ, ഫിസിക്കൽ സൈസ് ഓഫ് ട്രാൻസിസ്റ്റർ യൂസ്ഡ് ഇസ് സ്മോൾ. ഓക്കെ. പക്ഷെ ഇൻ ദ കേസ് ഓഫ് പവർ ആംപ്ലിഫയർ ഫിസിക്കൽ സൈസ് ഓഫ് ട്രാൻസിസ്റ്റർ ഇസ് ലാർജ്. ഇനി നിങ്ങൾക്ക് ലാബിൽ വരുമ്പോൾ കാണിച്ചു തരാം. പവർ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാ ട്രാൻസിസ്റ്റർ പോലെയല്ല, കുറച്ചും കൂടി വലിപ്പുണ്ടാവും.
അപ്പോൾ ഏതാണെങ്കിലും പവർ റിലേറ്റഡ് ടേം വരുമ്പോൾ ആ കമ്പണൻസിനൊക്കെ കുറച്ചും കൂടി ഒരു സൈസ് വരും. അത് ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആകുമ്പോൾ കുറച്ചും കൂടി മൈൻഡിങ്സും കാര്യങ്ങളൊക്കെ കൂടുതൽ വരും. അതുകൊണ്ടാണ് ലാബിൽ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇനി അനലോഗ് ലാബിൽ വരുമ്പോൾ. ഓക്കെ ഓക്കെ, അപ്പൊ ആ സെക്ഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയേഴ്സ് അല്ലെ? ക്ലാസിഫിക്കേഷൻ ഓഫ് പവർ ആംപ്ലിഫയേഴ്സ് ആണ് വരുന്നത്. അപ്പോ നമുക്കറിയാം ആംപ്ലിഫയറിന് നമുക്ക് എന്തുണ്ട്, ഒരു ഓപ്പറേറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതുൽ, ടെൽ മീ വാട്ട് ഇസ് ഓപ്പറേറ്റിംഗ് പോയിന്റ്? 2 വാല്യൂസ് ആണ് ഓപ്പറേറ്റിംഗ് പോയിന്റിൽ വരുന്നത്. ഏതൊക്കെയാ അത്? ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാ? For example, if the question is like find the Q point of the transistor എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക? അതുൽ, വിനോദ്. ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എക്സാമ്പിൾ ഒരു ട്രാൻസിസ്റ്ററിന്റെ ക്യൂ പോയിന്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക? ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് കറണ്ടും ഔട്ട്പുട്ട് വോൾട്ടേജും ആണ് ട്രാൻസിസ്റ്ററിന്റെ. ഔട്ട്പുട്ട് കറണ്ട് എന്താ ട്രാൻസിസ്റ്ററിന്റെ? തന്നെ പറഞ്ഞോളൂ. ഐ സി. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുമ്പോ VC. ഓക്കെ, അപ്പൊ ക്യൂ പോയിന്റ് എന്ന് പറയുന്നത് IC-യുടെ വാല്യൂയും VCE-യുടെ വാല്യൂയും ആണ് ഉള്ളത്. ഓക്കെ, ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ IC ആൻഡ് VCE വാല്യൂ ആണ്. അപ്പൊ ഈ ക്യൂ പോയിന്റിന്റെ സിഗ്നിഫിക്കൻസ് എന്താ? പ്രോപ്പർ ക്യൂ പോയിന്റ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും? ഡിസ്റ്റോർഷൻസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ കണ്ടിരുന്നു DC ലോഡ് ലൈനിന്റെ മിഡിലാണ് നമ്മൾ ക്യൂ പോയിന്റ് സെലക്ട് ചെയ്ത് സോ ആസ് ദർ ഇസ് നോ ഡിസ്റ്റോർഷൻ ഇൻ ദ ഔട്ട്പുട്ട് സിഗ്നൽ. ഓക്കെ, അപ്പോ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പർ DC ബൈസിങ് ഒക്കെ ട്രാൻസിസ്റ്ററിന് കൊടുക്കും. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ ആംപ്ലിഫയേഴ്സ് ഉണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് AB, ക്ലാസ് C. 4 ടൈപ്പ് ഓഫ് പവർ ആംപ്ലിഫയേഴ്സ് ആണ് നമ്മളത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിവിടെ പഠിക്കാനില്ല. ജസ്റ്റ് എന്താണ് ഇതിന്റെ ഓപ്പറേഷൻ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ 4 ടൈപ്സ് ഓഫ് പവർ ആംപ്ലിഫയേഴ്സ് ആണുള്ളത്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് AB, ക്ലാസ് C. അതെങ്ങനെയാ വെച്ചാല് ക്യൂ പോയിന്റിന്റെ പൊസിഷൻ എവിടെയാണോ അതനുസരിച്ചിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് നമുക്കറിയാം ക്യൂ പോയിന്റ് ഉണ്ട് ട്രാൻസിസ്റ്ററിന്, ഓപ്പറേറ്റിംഗ് പോയിന്റ്. ആ ക്യൂ പോയിന്റ് ലോഡ് ലൈനിൽ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ ആംപ്ലിഫയേഴ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ക്ലാസ് A ആംപ്ലിഫയർ എടുക്കാം. ഓക്കെ, ക്ലാസ് A ആംപ്ലിഫയർ എടുക്കാം. ഓക്കെ, നിങ്ങൾ അതില് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. ക്ലാസ് A ആംപ്ലിഫയറിൽ എന്തായിരിക്കും? ക്യൂ പോയിന്റ് വിൽ ബി ഇൻ ദ മിഡിൽ ഓഫ് ദ ലോഡ് ലൈൻ. മിഡിലാവുമ്പോൾ ഇതിൽ എന്താ ഒരു പറയണ വെച്ചാൽ ഇൻപുട്ട് സൈക്കിൾ കൊടുക്കണതിന്റെ ഫുൾ സൈക്കിൾ, അതായത് 360 ഡിഗ്രിയിൽ നമുക്ക് എന്ത് അവൈലബിൾ ആവും? 360 ഡിഗ്രിയിൽ നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ അവൈലബിൾ ആവും. ഓക്കെ, അത് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. Here the output signal is obtained for a full input cycle. Here the position of Q point is approximately at the middle of the load line. അപ്പോൾ ഒരു ഇൻപുട്ട് സൈക്കിളിന്റെ ഫുൾ സൈക്കിളിൽ നമുക്ക് എന്ത് അവൈലബിൾ ആവും? ഔട്ട്പുട്ട് സിഗ്നൽ അവൈലബിൾ ആവും. അതാണ് നമ്മുടെ ക്ലാസ് A ആംപ്ലിഫയറിന്റെ പ്രത്യേകത. ഇതിന്റെ എഫിഷ്യൻസി അത്ര അധികം ഉണ്ടാവില്ല, പക്ഷെ വെരി ലെസ് ഡിസ്റ്റോർഷൻ ആയിരിക്കും. എഫിഷ്യൻസി കുറവായിരിക്കും, അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത്. പക്ഷെ വെരി ഡിസ്റ്റോർഷൻ കുറവായിരിക്കും, കാരണം നമുക്ക് ഫുൾ സൈക്കിൾ കിട്ടുന്നുണ്ട്. ഇവിടെ ഡിസ്റ്റോർഷൻ കുറവായിരിക്കും, പക്ഷെ ഡിസഡ്വാൻറ്റേജ് ഇസ് ദാറ്റ് എഫിഷ്യൻസി വിൽ ബി ലോ. ഓക്കെ, ഇനി ക്ലാസ് B ആംപ്ലിഫയർ ആണ്. ക്ലാസ് B ആംപ്ലിഫയറിൽ ക്ലാസ് ബിയുടെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ക്യൂ പോയിന്റ് നമുക്ക് എക്സ് ആക്സിസിലായിരിക്കും. അപ്പൊ നമ്മള്
റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഹാഫ് സൈക്കിൾ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോ ഹിയർ പവർ ആംപ്ലിഫയർ is said to be class B if the Q point and the input signal are selected such that output signal is obtained only for one half cycle of the full input signal. അതായത് നമ്മളൊരു 360 ഡിഗ്രിയിലുള്ള ഒരു ഇൻപുട്ട് സൈക്കിൾ കൊടുക്കുമ്പോൾ നമുക്ക് ഹാഫ് സൈക്കിൾ, അതായത് 180 ഡിഗ്രി മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ അവൈലബിൾ ആവുള്ളൂ. നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. നമുക്ക് ഹാഫ് സൈക്കിൾ, അതായത് 180 ഡിഗ്രി മാത്രമേ നമുക്ക് ഔട്ട്പുട്ട് സൈക്കിൾ അവൈലബിൾ ആവുള്ളൂ. സോ ഇതാണ് ഇതിന്റെ പ്രത്യേകത. ക്ലാസ് ബി പവർ ആംപ്ലിഫയറിൽ ഓൺലി 180 ഡിഗ്രി will be obtained at the output side. അപ്പോൾ നമ്മൾ Q point is selected such that the output signal is obtained only for one half cycle of full input cycle. അതായത് ഫുൾ ഇൻപുട്ട് സൈക്കിൾ എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി. ആ 360 ഡിഗ്രി നമ്മൾ കൊടുത്താലും വൺ ഹാഫ് സൈക്കിൾ, അതായത് 180 ഡിഗ്രി മാത്രമേ നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ, ഔട്ട്പുട്ട് സൈഡിൽ കിട്ടുന്നുള്ളൂ. സോ അതാണ് ഇത്. ഇങ്ങനെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ. റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ലോഡ് ലൈൻ നമ്മളിവിടെ വൈ ആക്സിസിലാണ് എടുക്കുന്നത്. വൈ ആക്സിസിൽ എടുക്കുമ്പോൾ എന്നിട്ട് അത് റീകൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ വരച്ചെടുക്കുക. ഈ നോട്ട്സ് നിങ്ങൾ എഴുതിയെടുക്കണം. ഞാൻ ഈ ക്ലാസ്സിൽ ഇത് ഡിക്റ്റേറ്റ് ചെയ്യില്ല. ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരും. നമുക്കിനി നെക്സ്റ്റ് ഓഫ്ലൈൻ ക്ലാസ് വരുമ്പോൾ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞു തരും എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറയും. പക്ഷെ ഇത് ഞാൻ ഇനി ഡിക്റ്റേറ്റ് ചെയ്യില്ല. നിങ്ങളത് എഴുതി കൊണ്ടുവരണം, വരച്ച് എഴുതി കൊണ്ടുവരണം. ഓക്കെ കേട്ടോ? ഓക്കെ, എഴുതി കൊണ്ടുവരണം. ഡിസ്റ്റോർഷൻസ് ഉണ്ട് അല്ലെ? ഡിസ്റ്റോർഷൻസ് ഉണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയണ ഡിസ്റ്റോർഷൻസ് ഉണ്ടെന്ന്? കാരണം നമുക്ക് ഔട്ട്പുട്ട് സിഗ്നൽ ഫുള്ളി ഒബ്റ്റൈൻഡ് ആവണുണ്ടോ? ക്ലാസ് ബി സി എ ബിയില് ഉണ്ടോ? ക്ലാസ് ബിയിലും ക്ലാസ് സിയിലും ക്ലാസ് എ ബിയിലും നമുക്ക് ഔട്ട്പുട്ട് കറക്റ്റ് ഫുള്ളി കിട്ടുന്നുണ്ടോ? ഇല്ല, ഡിസ്റ്റോർഷൻസ് വരുന്നുണ്ട്. പക്ഷെ ഈ കേസിലൊക്കെ എഫിഷ്യൻസി കുറച്ചും കൂടി എന്തായിരിക്കും? ബെറ്റർ ആയിരിക്കും. ഓക്കെ, എഫിഷ്യൻസി കുറേം കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി വരുന്നത്, ഹൈ എഫിഷ്യൻസി വരുന്നത് സി ക്ലാസ് സിയിലാണ്. ഓക്കെ, ക്ലാസ് എയിൽ ആകെ 25 to 50% ഉള്ളൂ. ബിയിൽ 78.5 ആണ്. സിയിലാണ് ഏറ്റവും ഹയർ എഫിഷ്യൻസി വരുന്നത്. എ ബിയിൽ 50 78 ഇടയിൽ വരും. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ ഏറ്റവും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ളത് ക്ലാസ് സി ആണ്. ഓക്കെ, അപ്പൊ അത് അങ്ങനെയാണ്. അപ്പൊ ഈ നോട്ട്സ് നിങ്ങൾ ഈ കമ്പാരിസണും ഈ നോട്ട്സും എഴുതിക്കൊണ്ട് വരിക. ഇനി ഞാൻ ക്ലാസ്സിൽ ഒന്നും കൂടി ഇത് ഞാൻ പറഞ്ഞു തരാം, എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഒന്നും കൂടി വരുന്നത് എന്നുള്ളത് ഒന്നും കൂടി ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഇപ്പൊ ഒരു ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയില്ലേ എങ്ങനെയാണ് പവർ ആംപ്ലിഫയേഴ്സിന്റെ ഇത് വരുന്നത് എന്നുള്ളത്? ഓക്കെ, പവർ ആംപ്ലിഫയേഴ്സ് എന്നിട്ടുണ്ടെങ്കിൽ പവറിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് 4 ടൈപ്പ് ഉണ്ട്. ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി, ക്ലാസ് എ ബി. ഇത് എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ വരുന്നത് വെച്ചാൽ നമ്മുടെ ട്രാൻസിസ്റ്ററിന്റെ ക്യൂ പോയിന്റ് DC ലോഡ് ലൈനിൽ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ക്ലാസ് എയിലാണെങ്കിൽ നമുക്ക് ഫുൾ 360 ഡിഗ്രിയിൽ ഔട്ട്പുട്ട് കിട്ടും. ക്ലാസ് ബിയിലാണെങ്കിൽ 180 ഡിഗ്രിയെ കിട്ടുള്ളൂ. ക്ലാസ് സിയിലാണെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് ലെസ് ദാൻ 180 ഡിഗ്രിയെ കിട്ടുള്ളൂ. ക്ലാസ് എ ബിയിലാണെങ്കിൽ ഔട്ട്പുട്ട് 180 ഡിഗ്രിയുടെയും 360 ഡിഗ്രിയുടെയും ഇടയിൽ കിട്ടും. ഈ 4 സിറ്റുവേഷൻസിലും ക്യൂ പോയിന്റിന്റെ ലൊക്കേഷനും നമ്മൾ കണ്ടു. ഓക്കെ, അപ്പൊ അത് റീകൺസ്ട്രക്ട് ചെയ്ത് വരയ്ക്കാനും നമുക്ക് അറിയണം. ഓക്കെ, മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നോട്ട്സ് എഴുതി കൊണ്ടുവരിക. നോട്ട് ഞാൻ ഡിസ്കസ് ചെയ്യില്ല. നാളെ വരുമ്പോ, നാളെ ഞാൻ ക്ലാസ് വാങ്ങിച്ചിട്ടുണ്ട്. നാളെ അനലോഗിന്റെ നോട്ട് എല്ലാവരും കൊണ്ടുവരാം കേട്ടോ. നാളെ അനലോഗിന്റെ അവർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അത് നാളെ വരുമ്പോ ഇതിൽ എഴുതി കൊണ്ടുവരണം. നാളെ എനിക്ക് ക്ലാസ് ഉണ്ട്. ക്ലാസ് ഇല്ല വിചാരിച്ചിട്ട് നോട്ട് എഴുതാതെ വരരുത്. നാളെ അനലോഗിന്റെ ക്ലാസ് ഉണ്ട്. അപ്പൊ നോട്ട് എഴുതിയിട്ട് വേണം വരാനായിട്ട്. ഓക്കെ, എന്നിട്ട് നാളെ നമുക്ക് ഇതൊന്ന് വൈൻഡ് അപ്പ് ചെയ്തിട്ട് വിൽ സ്റ്റാർട്ട് വിത്ത് ദ സെക്കൻഡ് മോഡ്യൂൾ. ഓക്കെ ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നാളെ കാണാം. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്ലാസ്സിന്റെ ടൈമിംഗ് ഒക്കെ ഞാൻ ഇതില് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് റെസ്പോണ്ട് ചെയ്യ് കുട്ടികളെ, ഒന്ന് പറഞ്ഞു.